SCERT 9ാം ക്ലാസ്സിലെ ദ്വീപുകൾ എന്ന ഭാഗമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. പരസ്പരം കൂടിച്ചേരുന്ന രണ്ട് നദികൾക്കിടയിലുള്ള കരഭാഗമാണ് ദ്വീപുകൾ. പഞ്ചാബ് ഹരിയാന സമതലത്തെ പ്രധാനമായും 5 ദ്വീപുകളായി തിരിച്ചിരിക്കുന്നു. അപ്പോൾ രണ്ട് നദികൾ കൂടിച്ചേരുമ്പോൾ അതിനിടയിലുള്ള കരഭാഗത്തെയാണ് നമ്മൾ ദ്വീപുകൾ എന്ന് വിളിക്കുന്നത്. പ്രധാനപ്പെട്ട 5 ദ്വീപുകളാണ് ഉള്ളത്. പഞ്ചാബ് ഹരിയാന സമതലത്തെ 5 പ്രധാന ദ്വീപുകളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അതേതെല്ലാം നോക്കാം. ഒന്നാമത്തേത് ബിസ്ത് ജലന്ധർ ദ്വീപ്, ബാരി ദ്വീപ്, രചന ദ്വീപ്, ചാജ് ദ്വീപ്, സിന്ധ് സാഗർ ദ്വീപ്. ആദ്യത്തേത് ബിസ്ത് ജലന്ധർ ദ്വീപ്, രണ്ടാമത്തേത് ബാരി ദ്വീപ്, മൂന്നാമത്തേത് രചന ദ്വീപ്, നാലാമത്തേത് ചാജ് ദ്വീപ്, 5 സിന്ധ് സാഗർ ദ്വീപ്. ഇനി ഇത് ഏതെല്ലാം നദികൾക്കിടയിലാണെന്ന് നോക്കാം. ബിസ്ത് ജലന്ധർ ദ്വീപ്, പേരിൽ നിന്ന് തന്നെ പറയാം, ബിയാസ് സത്ലജ്. ബിയാസ് സത്ലജ് നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപാണ് ബിസ്ത് ജലന്ധർ ദ്വീപ്. അടുത്തത് ബാരി ദ്വീപ്. ബാരി ദ്വീപ് ഏതൊക്കെ നദികൾക്കിടയിലാണ്? ബിയാസ്, രവി. ബിയാസ്, രവി എന്നീ നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് ബാരി ദ്വീപ്. രചന ദ്വീപ്, രവി, ചെനാബ് എന്നീ നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് രചന ദ്വീപ്. അടുത്തത് ചാജ് ദ്വീപ്. ചാജ് എന്ന് പറയുമ്പോൾ ചിനാബ്, ചലം എന്നീ നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് ചാജ് ദ്വീപ്. അവസാനത്തേത് സിന്ധ് സാഗർ ദ്വീപ്. അത് ചലം, ചിനാബ് നദികൾക്കും സിന്ധു നദികൾക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് സിന്ധ് സാഗർ ദ്വീപ്. അപ്പോൾ പ്രധാനപ്പെട്ട 5 ദ്വീപുകൾ ഏതെല്ലാമാണ്? ബിസ്ത് ജലന്ധർ ദ്വീപ്, ബാരി ദ്വീപ്, രചന ദ്വീപ്, ചാജ് ദ്വീപ്, സിന്ധ് സാഗർ ദ്വീപ്. അതിൽ ബിസ്ത് ജലന്ധർ ദ്വീപ് ബിയാസിനും സത്ലജിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. ബാരി ദ്വീപ് ബിയാസിനും രവിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. രചന ദ്വീപ് രവി നദിക്കും ചിനാബ് നദിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. ചാജ് ദ്വീപ് ചിനാബ്, ചലം നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു. സിന്ധ് സാഗർ ദ്വീപ് ചലം, ചിനാബ് നദികൾക്കും സിന്ധു നദികൾക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇങ്ങനത്തെ SCERT ഫാക്റ്റുകൾ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക.